ഭാഷ കൊണ്ട്, സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയം കൊണ്ട് എഴുതിയ മനോഹരമായ ഒരു മഹാകാവ്യം. അത് തന്നെയാണ് ദാമ്പത്യം. നമ്മളോടൊപ്പം ഇന്ന് ആയിരിക്കുന്നത്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഈ ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷങ്ങൾ നീണ്ട 50 വർഷം പൂർത്തിയാക്കിയ ഒരു കപ്പിളിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജോയ്സ് ആൻഡി ആൻഡ് ശാന്തൻ അങ്കിൾ. നമുക്ക് ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ, നിറഞ്ഞ കൈയടികളോടെ അവരെ സ്വാഗതം ചെയ്യാം. രണ്ടുപേരും ഏറ്റവും പുറകിൽ നിൽപ്പുണ്ട്. അവരെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് ബേബി ആൻഡിയെയും മോഹൻ അങ്കിളിനെയും ക്ഷണിക്കുന്നു. ബൊക്കെ കൊടുക്കുന്നതിനായിട്ട് ശാന്തൻ അങ്കിളുടെ മൂത്ത ചേട്ടനെയും വൈഫിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. Everyone please give a warm applause to them, to the golden couple, to the celebration. നമ്മുടെ പുതിയ കപ്പിൾ ഇന്ന് വീണ്ടും അവർ കല്യാണം കഴിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതായിരിക്കും, അച്ഛനവരെ വീണ്ടും ഒന്നോടെ കല്യാണം കഴിപ്പിച്ചു. അവര് താലിയിട്ടു, മോതിരം മാറി, അവരുടെ ആ ഒരു നീണ്ട 50 വർഷത്തെ ജീവിതം ഒന്നുകൂടി അവരൊന്ന് ഓർമ്മ പുതുക്കുകയാണ്. 21/6/1975 അന്നായിരുന്നു ഇവരുടെ കല്യാണം. ഇതിപ്പം 50 വർഷങ്ങൾ കഴിഞ്ഞു. രണ്ടുപേരും ദാ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാ ഫംഗ്ഷൻസും തുടങ്ങുന്നത് പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനും പ്രാർത്ഥനയോട് കൂടി തന്നെ തുടങ്ങാം, അല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെ. അവനോർപ്പമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച ദീപമേ, ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ ഈശ്വരേ. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ കപ്പിള് നമ്മുടെ ഒപ്പം ഇവിടെ സ്റ്റേജിലുണ്ട്. അടുത്തത് ലാം ലൈറ്റിംഗ് സെറമണിയാണ്. അതിന് ഇവരോടൊപ്പം ആയിരിക്കേണ്ടത് നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട പള്ളി വികാരി, നമ്മുടെ റോഡ്രിക് കുട്ടിയച്ഛൻ. അച്ഛനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ആന്റിയുടെ അങ്കിളുടെയും മൂത്ത മകൾ ശിവ ചേച്ചി. ശിവ ചേച്ചി പ്ലീസ് കം ടു ദ സ്റ്റേജ്. സാജൻ ചേട്ടൻ ശിവ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. അവർക്ക് 2 മക്കളാണ്, ദീപ്തി ആൻഡ് ദിവ്യ. രണ്ടുപേരും ഇവിടെ ഇല്ല. ദീപ്തിയുടെ ഹസ്ബൻഡ് പ്രവീൺ ആൻഡ് ദീപ്തിയുടെ അനിയത്തി ദിവ്യ. ഇവർ 3 പേരും കാനഡയിലാണ്. അവർക്ക് ലീവ് കിട്ടിയില്ല, സോ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ എല്ലാ വിശ്വസും പ്രാർത്ഥനയും ഇവരുടെ ഒപ്പമുണ്ട്. അത് പറയേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഞാൻ വിളിക്കുന്നത് ജോയ് ആന്റിയുടെയും ശാന്തനങ്ങളുടെയും 2ാമത്തെ മകൻ ശിവചേട്ടൻ. ശിവചേട്ടൻ ആൻഡ് പ്രിയ ചേച്ചി പ്ലീസ് കം ടു ദ സ്റ്റേജ്. ആൻഡ് അവരുടെ ഒരേ ഒരു മകൾ ജോന്ന, നമ്മുടെ ഇന്നത്തെ കപ്പിളിന്റെ ഗ്രാൻഡ് ഡോട്ടർ, പ്ലീസ് കംസ് ടു ദ സ്റ്റേജ്. ഇനി ജോയ് ആൻഡി മകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അവരുടെ ഓൺ ബ്ലഡിനെ തന്നെയായിരിക്കും. സോ ഐ ഇൻവൈറ്റ് ജോയ് ആൻഡ് ശാന്തൻ അങ്കിൾസ് എൽഡസ്റ്റ് ബ്രദർ Mrs. and Mr. Vasantan, please come to the stage. Baby Andy and Mohan Uncle, Joy Andyയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററും ഹസ്ബൻഡും, please come to the stage. Lovely Andy, Mr. and Mrs. David Sylvester, Joy Andyയുടെ ഇളയ ബ്രദർ, please come to the stage. ലാം ലൈറ്റിംഗ്, അതിനുശേഷം കേക്ക് കട്ടിംഗ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം, അതൊരു കുഞ്ഞിന്റെ ജനനമായിക്കോട്ടെ, കല്യാണമായിക്കോട്ടെ, ആദ്യമായിട്ട് ഒരു ജോലി കിട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കയ്യിൽ സ്വന്തമായിട്ട് കുറച്ച് സാലറി കിട്ടുന്നതായിക്കോട്ടെ, നല്ലൊരു മാർക്ക് എക്സാമിന് കിട്ടിയാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക, മധുരം പങ്കുവെച്ച് തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഫംഗ്ഷനും നമുക്ക് ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി തന്നെ നടത്താം. സോ ഫസ്റ്റ് ലാം ലൈറ്റിംഗ്, ദെൻ കേക്ക് കട്ടിംഗ് സെറമണി. അതിന് നമ്മളെ ബ്ലെസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ പാരിഷ് പ്രീസ്റ്റ് റോഡ്രിക് കുട്ടി അച്ഛനുണ്ട്. ഞാൻ അച്ഛൻ്റെ മൈക്ക് കൈമാറുകയാണ്. അച്ഛൻ ആദ്യം ഈ ഫംഗ്ഷൻ ഒന്ന് ബ്ലെസ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഫംഗ്ഷൻ മുന്നോട്ട് പോകാം. സ്നേഹമുള്ളവരെ, ഇതിന് ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണമൊന്നുമില്ല.
നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ശാന്തനങ്ങളോടും ജോയിസങ്ങളോടൊപ്പം ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ 50 വർഷത്തിൻ്റെ മധുരം പങ്കിടുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവരുടെ ജീവിതം ഇനി ഈ മധുരം പോലെ എന്നും മധുരതരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മധുരമായി അതിജീവിക്കുവാൻ അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരികൾ തെളിച്ച് നമ്മൾ ഈ സന്തോഷത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. അതിനായി നമുക്ക് തിരിച്ചു എഴുന്നേൽക്കാം. നവദമ്പതികൾ കേക്ക് പങ്കിട്ടു, മധുരം പങ്കിട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. ഞാനൊക്കെ ഇന്ന് ആയിരിക്കുന്ന ഒരു ജനറേഷൻ കാണുന്നത് 1-2 മാസം അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞ് we can't move together, let's make the decision, divorce എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ 1-2 വർഷമല്ല, 10-20 വർഷമല്ല, 50 വർഷം ഒരുമിച്ച് ജീവിക്കുക, ഒരു കുടുംബം പടുത്തുയർത്തുക, അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. സോ ഇപ്പോൾ ഞാൻ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത് നമ്മുടെ ജോയ് ആൻറ്റിയുടെ മൂത്ത ചേച്ചി ബേബി ആൻറ്റി ആൻഡ് ബേബി ആൻറ്റിയുടെ ഹസ്ബൻഡ് മോഹൻ അങ്കിൾ, 2 പേരെയും നമ്മുടെ നവദമ്പതികളെ, വെറും 50 വർഷം മാത്രം കല്യാണം കഴിഞ്ഞിട്ടായിരിക്കുന്ന നവദമ്പതികളെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആൻറ്റി ആൻഡ് അങ്കിൾ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ശാന്തനങ്ങളുടെ എൽഡസ്റ്റ് ബ്രദർ വസന്തനങ്ങളുടെയും വൈഫിനെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വസന്തനങ്ങൾ ആൻറ്റി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. അടുത്തതായി പൊന്നാട അണിയിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, ജോയ് ആൻറ്റിയുടെ ഒരേ ഒരു ആങ്ങള മിസ്റ്റർ ആൻഡ് മിസസ് ഡേവിഡ് സിൽവസ്റ്റർ. പ്ലീസ് കം ടു ദി സ്റ്റേജ്. സ്റ്റേജിൽ വിളിക്കാതെ കയറി വരില്ല എന്ന് എന്നോട് ഇപ്പൊ പറഞ്ഞു. അവരുടെ ലൈഫിൽ ദൈവം അവർക്ക് കൊടുത്ത ബ്ലെസ്സിങ്, അവരുടെ 2 മക്കൾ ഷിബി ചേച്ചി ആൻഡ് സജൻ ചേട്ടൻ, ഷിബി ചേട്ടൻ ആൻഡ് പ്രിയ ചേച്ചി, അവരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അവർക്ക് തന്നെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അവരിപ്പോൾ പൊന്നാട അണിയിച്ച് അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതായിരിക്കും.
അത്രയ്ക്ക് നിറഞ്ഞ സന്തോഷമാണ് ഇന്നലെ വൈകിട്ട് കാണുമ്പോൾ തൊട്ട്. അച്ഛൻ എന്ന് പറയുകയും ചെയ്തു, കുർബാനയുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരാൾ അങ്കിൾ തന്നെയാണ്. അത്രയ്ക്കും സന്തോഷമാണ് അങ്കിളിന്റെ മുഖത്ത്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഓഡിയൻസ് ഇല്ലാതെ, സ്നേഹമുള്ളവരില്ലാതെ, നമ്മുടെ പ്രിയപ്പെട്ടവരില്ലാതെ ഒരു ഫംഗ്ഷനും ഇല്ല. സോ ഐ വെൽക്കം വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ ടു സെലിബ്രേറ്റ് ദ ഗോൾഡൻ മൈൽസ്റ്റോൺ ഓഫ് ശാന്തൻ അങ്കിൾ ആൻഡ് ജോയ് ആൻഡ് ഹിസ് മാരേജ് ലൈഫ് വിത്ത് ലവ്, കെയർ, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് വിത്ത് എൻഡ്യൂറിംഗ് കമ്മിറ്റ്മെന്റ്. സോ വെൽക്കം എവ്രി വൺ ടു ദിസ് ഫംഗ്ഷൻ. അടുത്തതായി to hand over the memento, I welcome Father Roderick Kutty to the stage. അടുത്തതായി ഓൾ കേരള ബോർവെൽ അസോസിയേഷൻ മെമ്പേഴ്സിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ് അങ്കിളിനും ആന്റിക്കും ഒരു മൊമെന്റോ കൊടുക്കാനായിട്ട്. എവ്രിവൺ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസിയാണോ? വളരെ വിഷമമുള്ള കാര്യമാണ്. 50 വർഷം അത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യമായി ആരെങ്കിലും ഉണ്ടോ 50 വർഷം കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടോ? ഓ ബ്യൂട്ടിഫുൾ. മാഡം എത്ര വർഷമായി മാഡം? 50+. എനി മോർ? ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ? 50 വർഷം. എത്ര വർഷമായി? ഓക്കെ ആഷ്ലി, എന്നോട് ചോദിച്ച ചോദ്യം അവരോട് ചോദിക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ല ഉത്തരം കിട്ടും. ജീവിതം അത്ര എളുപ്പമാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷെ വിട്ടുവീഴ്ചയായിട്ട് നമ്മൾ തയ്യാറാണെങ്കിലോ നമുക്ക് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യം വെരി ഹാപ്പി. ഫാമിലി ലൈഫിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ റെസ്പെക്ട്, സ്നേഹം, വിശ്വാസം, പരസ്പരം അവർക്ക് ഒരു സ്വാതന്ത്ര്യം, ഇതെല്ലാം വേണം. ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ കൈകടത്തിയാൽ അവിടെ ഇഷ്യൂസ് ഉണ്ടാകും. പരസ്പര വിശ്വാസമില്ലാതായാൽ അവിടെയും ഇഷ്യൂസ് ഉണ്ടാകും. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇവരുടെ ഈ നീണ്ട 50 വർഷത്തെ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? അങ്കിൾ, ആന്റി, what is the secret behind this happy married life that lasts for this 50 years? നിങ്ങളുടെ 50 വർഷത്തെ ജീവിതത്തിന്റെ രഹസ്യം, ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള രഹസ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞാന് സ്നേഹം, വിശ്വാസം. പിന്നെ ഞാൻ ഈ കുടുംബത്തിൽ വന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി. എനിക്ക് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. ജോലി എന്ന് പറഞ്ഞു. ഞാനും അതേ അഭിപ്രായം തന്നെയാണ്. ഞങ്ങളുടെ വിശ്വാസവും സ്നേഹവും എന്നും ഇതുപോലെ നിലനിന്ന് പോകണേ എന്നുള്ള ആഗ്രഹം. ശ്രദ്ധിച്ചു നോക്കൂ, ഇത് പറഞ്ഞപ്പോ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു, ശബ്ദം ഭയങ്കരമായിട്ട് ഇടറുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പം ഇവിടെ ഈ സ്റ്റേജിലായിരിക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു പൊടിക്കെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിനോട് ഇഷ്ടം കൂടുതൽ തോന്നുന്നുണ്ടായിരിക്കും, അല്ലേ? അവർക്ക് പണ്ട് ജീവിക്കാൻ തിരക്കിനിടയിലും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവിക്കാൻ ചിലപ്പോഴൊക്കെ മറന്നു പോവാറുണ്ട്, അല്ലേ? ചിലപ്പോൾ മക്കൾക്ക് വേണ്ട കെയർ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അങ്കിൾ തന്നെ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മകൾ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ആഘോഷം അല്ലെങ്കിൽ ഈ നിമിഷം. അപ്പോ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് ഒരു വലിയ താങ്ക്സ് പറയാണ്. ഇവർക്ക് ഈ ഒരു ദിവസം കൊടുത്തതിന് വേറെ ആരുമല്ല, അവരുടെ മൂത്ത മകള് ഷിബി ചേച്ചി. ഇത് ഷിബി ചേച്ചിയുടെ ഐഡിയ
ഫംഗ്ഷൻ നടത്തുക എന്നുള്ളത്. അവർക്ക് വേണ്ടി, എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ചേച്ചി പറഞ്ഞത്. സോ ഞാൻ ചേച്ചിയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇവരെ കുറിച്ച് സ്നേഹത്തോടെ ചേച്ചിയെ ക്ഷണിക്കുന്നു. ഇവരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് നമ്മളോട് പറയാൻ പറ്റുന്നത് ചേച്ചിക്ക് തന്നെയാണ്. സോ ഞാൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. അതിനു മുന്നേ ഒരു കാര്യം കൂടി കേട്ടോ, ഇവരുടേതൊരു അറേഞ്ച്ഡ് മാരേജ് അല്ല, പക്ക ലവ് മാരേജ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ടെലിഫോണില്ല, ഒന്നുമില്ല, എന്നിട്ടും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. എന്നിട്ടും ആ സ്നേഹം ഇപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിൽ അവര് ഹീറോസ് അല്ലേ? പിന്നെ കലാഘോഷങ്ങളോട് നമുക്ക് ശരിക്കും അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ക്ഷണിക്കാം. ഹലോ ഓൾ, ഞാനങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്നൊന്നും പറഞ്ഞ് ശീലമൊന്നുമില്ല. എന്നാലും എനിക്ക് മമ്മിയും ഡാഡിയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു ചെറിയ കഥ പറയാനുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പാപ്പയായതിനു ശേഷം പാപ്പയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പാപ്പൽ റിംഗ് ഒന്ന് ചുംബിക്കാൻ പറഞ്ഞു. അമ്മ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ റിംഗ് ഒന്ന് ചുംബിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പാപ്പ അത് ചുംബിച്ചിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ ഇത് ചുംബിച്ചത്? അപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോനെ ഈ ഒരു റിങ് എൻ്റെ കയ്യിൽ വന്നില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഇന്ന് നിനക്കിന്ന് ഈ പാപ്പൽ റിങ്ങുമായിട്ട് എൻ്റെ മുന്നിൽ വരാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ വെഡിങ് റിങ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയാണ്, എൻ്റെ ഡാഡി അന്ന് എൻ്റെ മമ്മിയുടെ കയ്യിലൊരു മോതിരം അണിയിച്ചില്ല, ഒരു താലി കെട്ടിയില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒന്നും മുമ്പിൽ നിൽക്കാൻ ഞാനുണ്ടാവില്ലായിരുന്നു. എനിക്കും എൻ്റെ മമ്മിയും ഡാഡിയും തന്ന ജന്മം കൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഇതായിട്ട് ചെയ്യാനും ഇതിന് നിൽക്കാനും എനിക്ക് പറ്റിയത്. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഡാഡിയും മമ്മിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മക്കളെ വളർത്തുന്നതിൻ്റെ തിരക്ക്, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എല്ലാത്തിൻ്റെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഫങ്ഷൻസും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മമ്മിക്കും ഡാഡിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അതിന് ഞാൻ എൻ്റെ ഒറ്റ എഫേർട്ട് കൊണ്ടൊന്നും അല്ല ഇത് ഇത്രയും ഭംഗിയാക്കിയത്. ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ സെയിൽ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, സാജൻ അലബാഷ്. പുള്ളിയാണ് എൻ്റെ ബാക്ക് ബോൺ, എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ സപ്പോർട്ട്. പുള്ളി നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിയുടെ ഫുൾ സപ്പോർട്ടും പുള്ളിയുടെ ഫുൾ ഇതോടുകൂടിയാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഒപ്പം എൻ്റെ ബ്രദറ്, ഇപ്പൊ അവനായിരുന്നിരുന്നാലും രാത്രിയൊന്നും ഉറങ്ങാതെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും അല്ലാതെയുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും ഷിബു കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം പ്രിയ വീട്ടിൽ വന്നവർക്ക് മുഴുവൻ ഫുഡ് കൊടുത്ത് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി. അപ്പൊ ഈവൻ നമ്മുടെ കുഞ്ഞ് ജോയന വരെ ഇതില് പ്ലേഡ് ഹർ പാർട്ട് വെൽ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു നിമിഷം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിനോട് ഒരുപാട് നന്ദി. എനിക്കിങ്ങനെ എൻ്റെ ഡാഡിയും മമ്മിയും പാരൻസ് ആയിട്ട് തന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വെരി ഗുഡ്. നിങ്ങളും നിങ്ങളുടെ 50-ാം വാർഷികം ഇതേമാതിരി ആഘോഷിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും ഒന്ന് പറയാനുണ്ട്. ഇങ്ങനെ ഒരു മകളെ ഞങ്ങൾക്ക് ദൈവം തന്നതിന് 100,000 കോടി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഒഫീഷ്യൽ സെറമണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പുറകെ വരുന്നുണ്ട് കുറച്ച് വെടിക്കെട്ട് പ്രോഗ്രാംസ്.
പറയുന്നതിനായിട്ട്. അംഗമായ ജോയിസ് ആൻറ്റിയും ചാർലിയും ഈ 50 വർഷം തികയുന്ന മുഹൂർത്തത്തിൽ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ 34 വർഷത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കുമാരപുരത്ത് എത്തുമ്പോൾ അന്ന് അവിടുത്തെ കുടുംബത്തിൽ അന്ന് തൊട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൻറ്റിയാണ് നമ്മുടെ ജോയിസ് ആൻറ്റി. ആൻറ്റി എന്ന് പറയാനല്ലേ എൻ്റെ ചേച്ചിയാണുള്ളൂ. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിലാകട്ടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തന്നെ എൻ്റെ പള്ളിയിലെത്തുകയും എന്നും ദിവ്യബലിയിൽ കൂടുകയും ചെയ്യുന്നു. ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ ആ പ്രാർത്ഥനയിലൂടെ ഈ കുടുംബത്തിന് കിട്ടിയത്. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി കൊടുക്കുന്നു. ഇനിയും ഞങ്ങളുടെ യൂണിറ്റിൽ 2 പേരും ആൻറ്റി മാത്രമല്ല അങ്കിളും 2 പേരും എല്ലാ ഇതിന് വരണമെന്നും ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അസോസിയേഷനിലെ അടുത്തൊരു മെമ്പറാണ് വരുന്നത്. അങ്കിളിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആശംസ നേതാവായിട്ട് ഇപ്പം സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അങ്കിൾ ശാന്തനങ്കിൾ. അങ്കിളിന് ഇവരെ കുറിച്ച് പ്രത്യേകിച്ച് ശാന്തനങ്കിളിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടോ? എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്, വേറൊന്നുമില്ല. ശാന്തകുമാർ എല്ലാം വിളിച്ചിട്ടിങ്ങനെ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഇതിൻ്റെ ആനിവേഴ്സറി ആണോ 50th ബർത്ത്ഡേ ആണോ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് 50th ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും പ്രായം ആയിട്ടുണ്ടോ, 50 വർഷം ആയോ കഴിയുന്നുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും സംശയമാണ്. രണ്ടരെ കാണുമ്പോഴും ഇവർക്ക് 50 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞെന്നുള്ളത്. കാരണം എനിക്ക് 44 വർഷം ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. എനിക്കിപ്പോൾ 72 വയസ്സായി. അപ്പോൾ ഞാൻ കാണുന്നത് എപ്പോഴും പിന്നെ ശാന്തകുമാറിനെ ചെറുപ്പമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തന്നെ അവർ എല്ലാ വീടുകളും മംഗളാശംസകൾ നേർന്നു പോകുന്നു. നന്ദി, നമസ്കാരം.
കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത്. എനിക്ക് ഏറെ സന്തോഷമുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമെന്ന് എനിക്ക് പറയാവുന്ന ഒരു വീടാണ് ജോയിച്ചാക്കറിൻ്റെ ആൻറ്റിയുടെ ആങ്ങളയും ഒക്കെ. അതോടെ എനിക്കുള്ള ബന്ധം വളരെ ഏറെയാണ്. എൻ്റെ മകളെ അവിടെ കെട്ടിക്കാൻ പറ്റിയത് ദൈവം അനുഗ്രഹിച്ച ഏറ്റവും ഭാഗ്യമെന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. അവളുടെ സന്തോഷം പങ്കുണ്ടാവാൻ വേണ്ടി അതിനൊരു കാരണമാണ് അവളുടെ ഭർത്താവായ മനു. അപ്പൊ അവരിൽ നിന്നുള്ള സ്നേഹം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മക്കള് വേറെ 2 ആൺപിള്ളേരുണ്ട്, അവരെക്കാൾ കൂടുതൽ സ്നേഹം ഈ പറയപ്പെടുന്ന മനുവിന് തരാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമുള്ള പറയാം. എൻ്റെ 2-3 മക്കളും എനിക്ക് തുല്യമായിട്ട് എന്നെ സ്നേഹിതരുമാണ്. എന്നാൽ ഒരു മരുമകൻ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ പറയാനുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവരുടെ പേരോട് തന്നെ ഇവരുടെ ജീവിതം വളർത്തമാണ്. ശാന്തമായ ജീവിതം, ശാന്തനായ മക്കള്, സന്തോഷമുള്ള ജോലിയാക്കി, അതൊരു സന്തോഷമാണ്. സന്തോഷവും ശാന്തവും ചേർന്ന ഒരു അനന്ത നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവരുടെ പൊതുവിവാഹ ജീവിതം ഇനി നന്നായിട്ട് പോകേണ്ടതും ഇതുപോലെ നമുക്ക് ഇനി അടുത്ത് 75-ാം വർഷം ഉണ്ടാകാൻ ഭാഗ്യമുണ്ടാകും.
തന്നെയായിരുന്നു. ഇവിടെ ഇന്ന് കുറച്ച് മുന്നേ ആർക്കോ പറയുന്നത് കേട്ടു, ദാ കണ്ടോ ചട്ടയും കൊണ്ടൊക്കെ എടുത്തിട്ട് പ്രായമായ ആൾക്കാർ ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ അവർക്ക് പ്രായമൊന്നും ആയിട്ടില്ല എന്ന്. 73 അല്ല, 7 3 10 വയസ്സ് പോലും ആയിട്ടില്ല അല്ലെ? അത്രയ്ക്ക് എനർജിയുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൽ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ പെർഫോമൻസ്. പാട്ട് Bye.
Thank